ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഈ ഡേ ഇൻ മൈ ലൈഫ് അല്ല, 2 ഡേ ഇൻ മൈ ലൈഫ്, 2 ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഒറ്റ വീഡിയോയിലായിട്ട് കാണിക്കുന്നത്. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ തൃശ്ശൂർ പോവുകയാണ്. പോകുന്ന വഴിക്ക് കുഴൽമന്നത്ത് നിന്ന് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് മിഥുനേട്ടൻ. ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആളാണ് മിഥുനേട്ടൻ കേട്ടോ. അപ്പം ഈ ഒരു ട്രിപ്പിൻ്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറേ ഫുഡ് അടിച്ചു, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കുറേ ഫുഡ് അടിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു എയിമായിരുന്നില്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ കരുവന്നൂരിലാണ് കേട്ടോ ഏട്ടൻ്റെ വീട് വരുന്നത്. പോയതും നട്ടുച്ച സമയത്തായതുകൊണ്ട് തന്നെ നല്ല ഹെവി ഭക്ഷണമായിരുന്നു. ചിക്കൻ കറിയും കുറേ എന്തൊക്കെയോ കറി ഉണ്ടായിരുന്നു. ഇത് കുറച്ച് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ടെല്ലാം ഓർമ്മയില്ല കേട്ടോ. മിഥുനേട്ടനെ കയ്യും കൊണ്ടിങ്ങനെ ഇരിക്കുന്നത് മറ്റൊന്നും അല്ല കേട്ടോ, അത് ആളുടെ കൈക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞതും എനിക്ക് കുറച്ച് പ്രീ പ്ലീറ്റിങ്ങും പരിപാടി ഉണ്ടായിരുന്നു. കാരണം ബ്രൈഡ്സ് മെയ്ഡായിട്ട് ഒരാളുണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ഫാമിലി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആഷിക്കേട്ടനും വൈഫും കുട്ടിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവർ പട്ടാമ്പിയിലാണ് താമസം. അങ്ങനെ അവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടീമായി. ഞാൻ ഈ കമ്പനി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കൂട്ടുകെട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഈ പുടവ കൊടുക്കുക എന്നുള്ള ചടങ്ങ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നേരിൽ കാണുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ എത്തിയെങ്കിലും ഈവനിങ് ആകുമ്പോഴായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ. അപ്പം ഞങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ പോയത്. പക്ഷേ ഒരു പണി കിട്ടി. എന്താണെന്നറിയോ, ആ ഫംഗ്ഷനിൽ എല്ലാവരും ഭയങ്കര സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആകെ ഒരു നോർമൽ എന്താ പറയുക കാഷ്വൽ വെയർ ഇട്ടിട്ട് നിൽക്കുന്നത് ഞാനും ആഷിക്കേട്ടൻ്റെ വൈഫും മാത്രമായിരുന്നു കേട്ടോ. ഇതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ഇരിക്കണോ നിൽക്കണോ, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, ഒരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഈ ചടങ്ങൊക്കെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം മേ ബി. അങ്ങനെ പുടവ കൊടുക്കുന്ന സമയത്ത് ആളുടെ ചേച്ചിയാണ് പുടവയും മുല്ലപ്പൂവും എല്ലാം ബ്രൈഡിന് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പുടവ സ്വീകരിക്കുന്നു എന്ന രീതിയിൽ ബ്രൈഡ് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആ ഒരു പുടവ വാങ്ങുന്നത്. ഭയങ്കര ഒരു പീസ്ഫുള്ളായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണ് തോന്നുന്നത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ചടങ്ങ്. ഇതൊന്നും അറിയാതെ പോസ്റ്റായി നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡിനെയാണ് ആ കാണുന്നത്. പിന്നെയും എഗെയിൻ ഒരു 4-4.5 ആകുമ്പോഴേക്കും പിന്നെയും ഫുഡ് അടിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നു. ഈ എല്ലാ ഫുഡും ഇതിൽ കഴിച്ച എല്ലാ ഫുഡും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ ഒരു 6:30 ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾ റൂമിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. റൂമിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാൻ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം. 4-സ്റ്റാർ ഹോട്ടലായിരുന്നു. അതിൻ്റേതായ എല്ലാ ഫെസിലിറ്റീസും സൗകര്യങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു റൂം ടൂർ പോലെ കാണിച്ചു തരാം. ഭയങ്കര ഫെസിലിറ്റി ഉള്ള ഒരു റൂമായിരുന്നു. ഇതിലെ വ്യൂവിനെയും കാട്ടിലും, മീൻസ് എൻ്റെ ക്യാമറയിലെ വ്യൂവിനെയും കാട്ടിലും അടിപൊളിയായിരുന്നു കേട്ടോ നേരിൽ കാണാനായിട്ട്. അതായത് ഒരു ഭയങ്കര ഒരു പഴയ കാലത്തെ ഫീലിംഗ് ആയിരുന്നു ആ റൂമിലേക്ക് കിടക്കുന്ന സമയത്ത്. ഫേർണിച്ചേഴ്സിനാണെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയറും എല്ലാം അങ്ങനെയാണ്. ഇതിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം പോയി റിലാക്സ് ചെയ്തു, കുറച്ച് നേരം ഇരുന്നു. മീൻസ് ഞങ്ങളുടെ എല്ലാവരുടെയും റൂം തൊട്ടായിരുന്നു. 3 കപ്പിൾസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 കപ്പിൾസിൻ്റെയും റൂം തൊട്ട് അടുത്തടുത്തായിരുന്നു. അപ്പം ഒന്ന് ഫ്രഷായിട്ട് എല്ലാവരും ഒന്നും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോവുക എന്നതാണ് കേട്ടോ പ്ലാന്. അപ്പം ഇതാണ് ഒരു മിനി റൂം ടൂർ. ഇനി ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. റിലാക്സ് എന്ന് പറഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് ഋത്തിക്കേട്ടൻ ആണ് കേട്ടോ സജസ്റ്റ് ചെയ്തത്. ഋത്തിക്കേട്ടൻ മറ്റാരും അല്ല, അതാണ് നമ്മളുടെ കല്യാണ പയ്യൻ. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പം ഋത്തിക്കേട്ടൻ സജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു ഷോപ്പിലേക്ക് പോയത്, മീൻസ് ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. പോകുന്ന വഴിയാണ് ഞാൻ അത് സത്യം മനസ്സിലാക്കിയത്. നമ്മൾ കൂടെ ഉണ്ടായിരുന്ന മിഥുനേട്ടൻ്റെ ഫിയാൻസി എന്ന് പറയുന്നത് ഒരു യൂട്യൂബറാണ്. ആളൊരു ടീച്ചറാണ്. ഈ ഓൺലൈനായിട്ട് ടീച്ചിങ് പ്രൊഫഷനിലാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ ആളുടെ കുറേ റീൽസും കാര്യങ്ങളും എല്ലാം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള റീൽസ് ആയിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കാണിച്ചു തരുമായിരുന്നു. അങ്ങനെയാണ് ആ സെലിബ്രിറ്റി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയാൻ ലേശം വൈകിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ഓർഡർ ചെയ്തത് പ്ലാറ്ററായിരുന്നു. എന്തോ ഒരു പേരുണ്ടായിരുന്നു. ഇത് കുറച്ച് മുമ്പായതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അതും നന്നായിട്ട് കഴിച്ച് എല്ലാവർക്കും ചായ കുടിക്കാനൊരു മൂഡായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ പുലർച്ചെ ഒരു 5 മണിയാകുമ്പോൾ തന്നെ ബ്രൈഡ്സ് മെയ്ഡ്, അതായത് ഋത്തിക്കേട്ടൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ആൾക്കൊരു പാർട്ടി മേക്കപ്പ്, സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആളെ ഒരുക്കി പറഞ്ഞയച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്നത്. ഞാനും ബാക്കി കപ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവർ എല്ലാവരും കൂടെ മേക്കപ്പ് ചെയ്ത് ഒരുങ്ങി ഇറങ്ങുന്നത് ഇവരെ പറഞ്ഞയച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. സിസ്റ്റർ ആദ്യം പോകണമല്ലോ നമ്മൾ പോയില്ലെങ്കിലും. അപ്പം
അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം ആ ഒരു റൂമിൽ തന്നെ എടുത്ത് ഞങ്ങൾ പോവാണ്. ഞങ്ങളപ്പോൾ ഋത്തിക്കേട്ടൻ്റെ കല്യാണത്തിന് പോവുകയാണ്. കൈ കഴിഞ്ഞ മിതുവാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഡ്രൈവർ ആയിട്ടുള്ള ആഷിക്കേട്ടൻ, കാലൊടിഞ്ഞ ഉണ്ടാഷിക്കേട്ടാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. പിന്നെ ഞങ്ങളുടെ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് സുഹറയ്ക്ക് ഒരു ഹായ് കൊടുക്കൂ. അപ്പൊ നമ്മളിപ്പം കെട്ട് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് പോകണം, ചായ കുടിച്ചതിന് ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ബാക്കി അവിടെ വെച്ച് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൂടെയുള്ള സെലിബ്രിറ്റി. അതാണ് ആ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ ഗംഗ ചേച്ചീൻ്റെ, അതായത് ബ്രൈഡിൻ്റെ തറവാട് അമ്പലത്തിലായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത്. താലികെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ചേച്ചിക്ക്, അതായത് ഈ സെലിബ്രിറ്റിക്ക് കുറച്ച് മൈഗ്രെയിനും കാര്യങ്ങളും ഇഷ്യൂസൊക്കെ വന്നത് കൊണ്ട് അതിൻ്റെ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. ഇതാണ് ഞങ്ങൾ പോകുന്ന സമയത്ത് ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു. നല്ല അടിപൊളി സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചേച്ചിനെ കാണാനായിട്ട്. പിന്നെയും എഗെയിൻ നമ്മൾ ഫുഡ് അടിക്കുകയാണ് ഗൈസ്. ഫുഡ് അടിച്ച് നല്ല അടിപൊളി സദ്യയും കാര്യങ്ങളും പാലടയും, നമ്മൾ സദ്യ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണല്ലോ, അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് വെക്കേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ ഇടയിലൊന്ന് റിഫ്രഷിംഗ് ആയിട്ട് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ റെഡി ആയിട്ടാണ് കേട്ടോ നമ്മൾ തിരിച്ചെത്തുന്നത്. എനിക്കവിടെ റിസപ്ഷൻ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് ചെയ്യാനായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ബ്രൈഡ് വന്നു, ഒരു 10-15 മിനിറ്റിൽ ഞങ്ങൾ ആളിനെ റിഫ്രഷ് ചെയ്തിട്ട് പിന്നെ ബ്രൈഡിൻ്റെ മേക്കപ്പ്, അതുപോലെ ബ്രൈഡ്സ് മെയ്ഡ് മേക്കപ്പ് കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് കാണിക്കാൻ പറ്റാത്തത്. ആളെയും ഒരുക്കി വിട്ട് ഞങ്ങളും ഒരുങ്ങിയതിന് ശേഷം പിന്നെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് എഗെയിൻ ഫുഡ് അടിക്കുക. ഇതാണ് അവിടുത്തെ മെയിൻ പരിപാടി. ഞങ്ങൾ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട്, ട്രിപ്പല്ല ആ ഒരു ഇവൻ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു അവിടെ പോയതിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായിരുന്നത് ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു എന്നുള്ളത്. അതുപോലെ നല്ല കണ്ടോ ഒരു ലക്ഷറി ബൊഫേ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞങ്ങളതിൻ്റെ എല്ലാ കാര്യത്തിലും. ആ 2 ദിവസം ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ തിരിച്ച് ചേച്ചിനെ ഞങ്ങൾ പാലക്കാട് KSRTCയിൽ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം മിഥുനേട്ടനെ ഞങ്ങൾ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലും ഡ്രോപ്പ് ചെയ്തു കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ബേക്കറിയിൽ ഞാൻ ഈ ഷാമ്പുവും കാര്യങ്ങളും സോപ്പൊക്കെ ഉള്ളത് കണ്ടത്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.